അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോണത് ദം ബിരിയാണിയാണ്. കുക്കറിൽ പെട്ടെന്ന് നമുക്ക് ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചിക്കന്, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, തൈര്. ഇനി ഞാനൊരു 4 സവാള വലുതാണെങ്കിൽ 4 മതി കേട്ടോ. ഒന്ന് ചെറുതായതുകൊണ്ട് ഞാൻ 5 എണ്ണം എടുത്തിട്ടുള്ളത്. ഞാൻ 1 കിലോ അരിക്ക് നമ്മൾ വെക്കേണ്ടത് 1/2 കിലോ സവാളയാണ്. ഇതിന് ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരി ഇട്ടിട്ടുള്ളൂ. അതായത് 4 ഗ്ലാസ് വരുമ്പോഴേ 1/2 കിലോനാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 4 വലിയ സവാള മതി. അതിലേക്ക് വലിയ 4 തക്കാളി. 1 കിലോത്തിലേക്കാണെങ്കിൽ 300 ഗ്രാം തക്കാളി വേണം കേട്ടോ. പിന്നെ 1/2 കിലോത്തിൽ കൂടുതൽ ചിക്കൻ ഉണ്ട്. എനിക്കിത് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ചിക്കൻ എടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് തൈര്, പച്ചമുളക് 7 എണ്ണമാണ്. 1 കിലോ ചോറ് നമ്മൾ വെക്കുമ്പോൾ ഒരു 15-16 പച്ചമുളക് ഇടണം. അപ്പോൾ എരിവ് നോക്കിയിട്ടല്ലാതെ പിന്നെ കുരുമുളക് ഇടരുത്. ഞാൻ ഈ ചോറിൽ കുരുമുളക് ഇടുന്നില്ല. ഇത് നല്ല എരിവുള്ള മുളകാണ്. പിന്നെ ചപ്പ്, പുതിന ഒക്കെ അരിഞ്ഞു വെച്ചതാണ്. നെയ്യ്, വെളിച്ചെണ്ണയിലാണ് ഞാനിതെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഇല നെയ്ച്ചോർക്ക് ഇതാന്ന് നമ്മളിവിടെയൊക്കെ പറയാറുള്ളത്. മലപ്പുറം ഭാഗത്തേക്ക് ചോറ്റോല എന്നാണ് പറയുന്നത്. അതുണ്ട്. ഒരു പട്ടൻ്റെ ഇലയും പിന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ് ഒക്കെ നിങ്ങളെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാം, കുറച്ചിടാം, തോനെ ഇടാം. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ എടുത്തതിലേക്ക് 1 സ്പൂണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓരോ സ്പൂണ് പേസ്റ്റാണ്. പിന്നെ സാജീരകം. ഇത് മേടിക്കുമ്പോൾ സാജീരകം എന്ന് പറഞ്ഞ് മേടിക്കണം. പിന്നെ ചെറിയ ജീരകമല്ല കേട്ടോ. ആദ്യമായിട്ട് ബിരിയാണി വെക്കുന്ന കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കണം, ചെറിയ ജീരകമല്ല, സാജീരകം. പിന്നെ ഗരം മസാല, അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാലയാണ്. അതിൽ പട്ട, പൂവ്, ഏലക്കായ്, ജാതിപത്രി, ജാതിക്ക, അതേപോലെ സാജീരകം, വലിയ ജീരകം, ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഗരം മസാല ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഗരം മസാല ഉണ്ടാക്കിയാൽ. കറിക്ക് ഇടുമ്പോഴും ബിരിയാണിക്കൊക്കെ ഇടുമ്പോൾ നല്ല സ്മെല്ല് വരും. അപ്പോൾ ഈ ജീരകം ശ്രദ്ധിക്കുക. ഇനി ഉണ്ടാക്കാൻ നോക്കാം. 2 കുക്കർ വെച്ചാൽ 1 കുക്കറിൽ നമുക്ക് ചോറും വെക്കാം, 1 കുക്കറിൽ മസാല ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ സാധാ ചോറ് വെക്കണേക്കാളും എളുപ്പത്തിൽ ഇത് ബിരിയാണി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം ബിരിയാണി വെക്കാനായിരിക്കും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അതേപോലെ പച്ചമുളക്, തക്കാളിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചത് ഉണ്ടെങ്കിൽ എടുത്ത് എളുപ്പത്തിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലെ വെള്ളങ്ങളൊന്ന് വറ്റി കഴിഞ്ഞിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. വെള്ളമുള്ള സമയത്ത് എണ്ണ ഒഴിക്കരുത്, ശ്രദ്ധിക്കണം, പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒരു 4 വലിയ സ്പൂണിന് 4 സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. 4-5 സ്പൂൺ ഒഴിക്കുക. നമ്മൾ നെയ്യൊന്നും അധികം ഇടണില്ല. ഞാൻ തീരെ നെയ്യ് ഇടണില്ലെങ്കിൽ ഒരു 5 സ്പൂൺ ഒഴിക്കുക. ഇന്നിപ്പോൾ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ചൊരു നെയ്യ് മേലെ ഇട്ടുകൊടുക്കും. ആദ്യം ഇടാൻ പോണത് സാജീരകം. ഈ എണ്ണയിലേക്ക് ആദ്യം ഇടേണ്ടത് സാജീരകം. ആ സാജീരകം മൂത്തതിന് ശേഷം മാത്രം സവാള ഇടാൻ പാടുള്ളൂ. ഇത് എങ്ങനെ നിങ്ങൾ ബിരിയാണി വെച്ച് നോക്കിയാൽ സാജീരകത്തിൻ്റെ സ്മെല്ലും കൂടി വന്നിട്ട് ചോറ് നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി ചോറിന് ഇതേപോലെ തന്നെ ഒരു 4 സ്പൂണ്
എണ്ണയാണ് ഒഴിക്കണത്. 3 ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ, 1/2 കിലോ തികയൂല. സാജീരകം അവിടെ മൂത്ത് വരുന്നുണ്ട്. ഇതില് ചോറിനുള്ള എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി ഇത് സാജീരകം മൂത്തിട്ടുണ്ട്. കരിയരുത്, കരിഞ്ഞു പോകുന്ന മുന്നേ തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കണം. ചോപ്പറിലിട്ടതാണെങ്കിൽ നല്ല ചെറുതായി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെറുതാക്കി അരിഞ്ഞാലും മതി. സവാള പെട്ടെന്ന് മൂത്ത് കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കട്ടോ. പെട്ടെന്ന് മൂത്ത് കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ മസാലയിലൊക്കെ പിന്നെ ഉപ്പിടുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, ഉപ്പ് കൂടി പോരുത്. ഈ എണ്ണ ഇവിടെ ചൂടാക്കി ചോറിനുള്ളതിലേക്ക് മുന്തിരി അണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുക. മുന്തിരി കരിഞ്ഞു പോവാതെ നോക്കണം. മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോണ സാധനമാണ്. എണ്ണ ചൂടായാൽ തീ കുറച്ച് വെച്ചിട്ട് മുന്തിരിയൊക്കെ ഇടാൻ പാടുള്ളൂ. അപ്പം ഏകദേശം അയക്കണം കേട്ടോ, എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചുടുവെള്ളം മെല്ലെ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ മുഖത്തേക്കും കൈമൽക്കും ഒക്കെ ആവി ഉണ്ട് വരും. തിളച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ ചോറായി കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ കൂടുതൽ ഇട്ട് കൊടുക്കരുത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നെയ്ച്ചോറ് കൈത പറഞ്ഞ ഈ ഇല ഇട്ട് കൊടുക്കുക. ഇത് നല്ല സ്മെല്ലാണ്. പട്ടൻ്റെ ഒരു ഇലയുണ്ട്, ഇത് നല്ല ഒന്ന് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് തിളക്കണം. നല്ല സ്മെല്ലുണ്ട് വരും. നമ്മൾ അരി ഇടുന്ന മുന്നേ തന്നെ ബിരിയാണിൻ്റെ വാസന വരും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അരി ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അരി. 3 ഗ്ലാസ് അരിയുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ 2 കുക്കറിലേക്കും ശ്രദ്ധ വേണം. അങ്ങനെ ശ്രദ്ധ കിട്ടാത്തവരാണെങ്കിൽ പിന്നെ മസാല വെച്ചതിന് ശേഷം ഒക്കെ വെന്തതിന് ശേഷം ചോറ് വെച്ചാലും മതിയാവും കേട്ടോ. ചോറ് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ചെറിയ ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. മൂടി വെച്ചിട്ട് ഒരു മീഡിയം സ്പീഡിൽ കേട്ടോ. ഒരുപാട് കൂടി പോവുകയും ചെയ്യരുത്, പറ്റ കുറയുകയും ചെയ്യരുത്. പറ്റ കുറഞ്ഞാൽ വിസിൽ വരാൻ സമയം പിടിക്കും, അപ്പോൾ ചോറ് വേവ് കൂടും. ചോറ് ഒരു വിസിൽ വരാനായി ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ചോറ് നമ്മൾ നെയ്ച്ചോറ് പോലെ വെച്ചതല്ലേ, അപ്പോൾ അത് ഒരു വിസിൽ മതി. ഇതിവിടെ നമ്മളെ മസാലക്കുള്ള സവാള കുറച്ച് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മൂക്കണം കേട്ടോ. ഒറ്റ മൂക്കാതാകുമ്പോൾ ചോറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സാജീരകം ആദ്യം ഇട്ട് പിന്നെ സവാള ഇട്ട്, അതാദ്യം സാജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് വെളിച്ചെണ്ണയിൽ, പിന്നെ സവാള. ഇനി ഇതിലേക്ക് ഇതിന് ഓരോ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാട്ടോ. ഞാൻ അതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളക് ചോപ്പറിലിടാത്തത് കുറച്ചായതുകൊണ്ടാണ് അരിഞ്ഞ് വെച്ചത്. ഇത് വെച്ച് തക്കാളി 4 തക്കാളി ഉണ്ടത്. ഞാൻ പറഞ്ഞല്ലോ 1/2 കിലോ അരി എടുത്തിട്ടില്ല, അപ്പോൾ അതിന് ഒരു 7 പച്ചമുളക്, ഓരോ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി,
4 തക്കാളി, വലിയ 4 സവാള എടുക്കുകയാണെങ്കിൽ വലുത് 4, അതിന് അത്യാവശ്യം ഒരു ചെറുതും ഉണ്ടായിരുന്നു, അതുകൊണ്ട് 5 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തന്നെ ഈ ഗരം മസാല എടുത്ത് വെച്ചിരുന്ന ഒരു പകുതി ഗരം മസാല ഇതിലിടും. ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ചോറിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി. നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടും. ഉപ്പ് ആദ്യം സവാളയിൽ കുറച്ചിട്ടിട്ടുണ്ട്, നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ ചപ്പ് പുതിന ഞാൻ അരിഞ്ഞ് വെച്ചതുണ്ട്, അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഞാൻ ആദ്യം ആ മസാലയിലിടും, വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല മാത്രം ലാസ്റ്റ് ഇടുള്ളൂ. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് പെട്ടെന്ന് വിസിൽ കളയാം കേട്ടോ. ചോറ് വേവ് കൂടിപ്പോകരുത്. ഏറെ കളഞ്ഞിട്ടില്ലെങ്കിലേ ചോറ് അങ്ങനെ ഇരുന്ന് വെന്ത് കൂടുതൽ വേവായി പോകും. ചോറ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ കറക്റ്റിന് വെള്ളം നമുക്ക് മസാല റെഡി ആയാൽ കഴിക്കാണ്ട് കുട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാൻ ആ ചോപ്പറൊക്കെ ഇഞ്ചി പിന്നെ തക്കാളി സവാളൊക്കെ അരിഞ്ഞ് ചോപ്പറിലിട്ടതിന് ശേഷം അതിൽ നിന്നൊരു വെള്ളം പാത്രം കഴുകിയെടുത്താണ്. ഇതിനൊരു ഗ്ലാസ് വെള്ളമുണ്ട്, ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം സാജീരകം ഇടണം, എന്നിട്ട് പിന്നെ സവാള ഇടാൻ പാടുള്ളൂ. സാജീരം കരിഞ്ഞ് പോരുത്. ഇങ്ങനെ നിങ്ങൾ ബിരിയാണി വെച്ച് നോക്കി. ഞാനും ബിരിയാണി വെച്ചിട്ട് നന്നാവണില്ല എന്ന് പറയില്ല. കറക്റ്റിന് സാധനങ്ങൾ എടുത്താൽ മതി. 1 കിലോത്തിന് പിന്നെ 1 കിലോ തന്നെ ചിക്കൻ എടുക്കണം. തക്കാളി ഒരു 300, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ 1 കിലോത്തിന് എടുക്കുമ്പോൾ പേസ്റ്റാണ് 2 സ്പൂൺ വെച്ചിട്ടുണ്ട്. ഇതിൽ ഉപ്പില്ല, ഉപ്പ് കുറച്ചും കൂടി ഇതൊന്ന് നോക്കിയിട്ട് എരിവ് നോക്കിയിട്ട് കുരുമുളക് ഇടുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റായിരിക്കും. എരിവ് എന്നുള്ള പച്ചമുളക് ആയതുകൊണ്ട് അത്ര പച്ചമുളക് മതി. ഞാൻ സ്പീഡ് കുറച്ച് വെച്ചിട്ട് ഒരു വല്ലാണ്ട് സ്പീഡ് വെക്കണ്ട, മൂടി വെക്കാം. 2 വിസിൽ പെട്ടെന്ന് അടുപ്പിച്ചതാണ്. വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. ഇത് ബോയിലറായതുകൊണ്ട് വെന്തോടിയുണ്ടാക്കുക. ലഗോണാണെങ്കിൽ 5 or 6 വിസിൽ വരണം. വലിയ പീസായതുകൊണ്ടൊന്ന് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. കുറച്ച് ഉപ്പും കൂടി ചേർക്കാണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര് എടുത്ത് വെച്ചതാണ്. അതും തൈര് വലിയ ടേബിൾ സ്പൂൺ ഇട്ടാ 3 സ്പൂണ് മതി. അത്യാവശ്യത്തിന് തക്കാളി ഇട്ടതുകൊണ്ട് അത് മതി. ഒരുപാട് പുളിയായി പോരുത്. വെന്തിട്ടുണ്ടെങ്കിൽ ദമ്മിട്ടാൽ ബാക്കിയോടി ശരിയാവും. അപ്പോൾ അതിന് നമ്മളെടുത്ത് ചോറ് ഇതിൽ തന്നെ ഇട്ടിട്ട് വെക്കാം. അപ്പോൾ ചോറ് ഇതിൽ കൊട്ടി കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഗരം മസാല ഇതിലേക്ക് കൊട്ടുക. ചപ്പ് പുതിനയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ദമ്മിലിരിക്കുമ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. ബാക്കിയുള്ള ചോറും കൂടി ഒരു സ്പൂണ് കൂടി നെയ്യ് ഇതിൽ ആഡ് ചെയ്യും. നെയ്യ് ഇടണ്ടെന്നുള്ളവർക്ക് വെളിച്ചെണ്ണ കുറച്ച് കൂട്ടി വെച്ചാൽ മതി. പിന്നെ എനിക്കിന്ന് ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമാണെങ്കിൽ ഞാൻ നെയ്യ് ഉപയോഗിക്കാറില്ല. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെക്കാം. എല്ലാം മുകളിലേറ്റാൻ തീ വരുന്ന വരെ വെച്ചാൽ മതി കേട്ടോ. കൂടുതലാവണ്ട. ചോറും ചിക്കനൊക്കെ വെന്തതാണ്.
അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിസിൽ പോയി. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. കൂടുതൽ വെക്കുമ്പോൾ ചോറൊക്കെ വെന്തുടയാൻ സാധ്യത. അരിൻ്റെ ഇതുപോലെയാണ്. പുതിയ അരിയാണെങ്കിൽ വേഗം ഉടയും. ഇത് നമുക്ക് ഇനിയൊരു പാത്രത്തിലേക്ക് വിളമ്പാം. അതാണ് ചോറൊക്കെ നല്ല ഉഷാറായിക്കണ്. പിന്നെ ഇനി ഇങ്ങനെ വെച്ചാൽ ഇനി ബിരിയാണി നന്നാവില്ല എന്ന് പറയൂല. ഇത്ര സൂപ്പറാണ് ഇങ്ങനെ വെച്ചാൽ. ആദ്യം ചെയ്യേണ്ടത് എണ്ണയിലേക്ക് സാജീരകം ഇട്ട് കൊടുക്കണം. അത് മൂത്ത് വരുമ്പോഴാണ് സവാള ഇടേണ്ടത്. അപ്പോഴാണ് ഈ ചോറിന് വ്യത്യാസങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കി ഇപ്പോൾ ചോറിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ചോറൊന്ന് വിളമ്പും. നല്ല തിന്നാൻ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ വെച്ചാൽ നമുക്ക് ഇനി അടുപ്പുണ്ടാക്കിയിട്ട് അടുപ്പിലേക്ക് പോവുക ഒന്നും വേണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദം ബിരിയാണി ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ അടുപ്പുണ്ടാക്കി നമ്മൾ തീ കത്തിച്ച് ഒന്നും കഴിയൂലല്ലോ. അപ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ അത് ചെയ്യാൻ കഴിയൂലല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വിളമ്പുന്ന സമയത്ത് ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ള നെയ്ച്ചോറ് കൈത എന്നാണ് ഇപ്പോൾ ഇവിടെ പറയാറുള്ളത്. മറ്റുള്ള ഭാഗങ്ങളൊക്കെ ചോറ്റോല എന്തൊക്കെ പറയുന്നുണ്ട്. പല ഭാഗത്തും പല പേരുകളല്ലേ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഇനി ആരതും ചോറ് ബിരിയാണി നന്നാവണില്ല എന്നാരും പറയൂല. ഇങ്ങനെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം വേറെ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കി നോക്കുക. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എണ്ണയിലേക്ക് സാജീരകം ഇടലാണ്. ഇത് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും പറയുന്നത്. എന്നിട്ട് വേണം സവാള ഇടാൻ. സവാള നല്ലോണം മൂക്കണം കേട്ടോ. അപ്പോഴാണ് ചോറിന് നല്ല ടേസ്റ്റ് കിട്ടുക. ഒന്ന് വാടി കിട്ടിയാൽ മതി എന്ന് പറയരുത്. വാടൽ പറ്റൂല ബിരിയാണിക്ക് നല്ല മൂപ്പായി കിട്ടണം. അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ വരിക. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അഭിപ്രായങ്ങളൊക്കെ പറയുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.